കയറി നോക്കുന്നുണ്ടോ? പയ്യെ നൈസായിട്ട് കയറി വേണം നോക്കി. ഇതില്ലേ? ആ, സൂക്ഷിച്ച് കയറണമെന്നേ ഉള്ളൂ. കേവ് പോലെ. ഓ, പാറയിടുക്ക് ഫുള്ള് മരങ്ങൾ. ഇവിടെ ചെറിയൊരു ഓലിയുണ്ട് കേട്ടോ. കല്ലുകൊണ്ട് കെട്ടിത്തിരിച്ചാണ്, പക്ഷെ അതിൻ്റെ ഒരു സൈഡ് നോക്കിയാൽ ഫുള്ളൊരു വേര. കരടി ഒരു പ്രാവശ്യം, അതായത് 2-3 വർഷം മുന്നേ ജനവാസ മേഖല ഇറങ്ങി ഒരു ചെറിയ ആക്രമണം നടത്തി അത് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുവന്നാണ് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫുള്ള് ഗ്രീനറി ആയിരുന്നു. ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ്, പക്ഷെ നല്ല തണുപ്പാണ്, കാറ്റും തണുപ്പും. ഒരു ദിവസം ഞാൻ ഈ മലയിൽ കയറി വന്നപ്പോൾ ദാണ്ട് ആ ചെരുവിൽ നിൽക്കുക 2 ആനകൾ. എന്നുവെച്ചാൽ ചക്ക പറിച്ച് തിന്നാനായിട്ട് ഇങ്ങോട്ട് വരും. ജനവാസ മേഖലയിൽ അങ്ങോട്ട് ഇറങ്ങി. നമ്മളിത് വീണ്ടും വാഗമനത്തൊരു ട്രെക്കിങ്ങിന് വന്നതാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മുടെ കൂട്ടത്തിൽ തങ്കച്ചൻ ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ സുശീലൻ ചേട്ടനാണുള്ളത്. അപ്പം ചേട്ടൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം 8 മണിയായി സമയം. വാഗമനം ട്രെക്കിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് കയറി. ഇത് മുന്തിരിപ്പാറ എത്തി. ഈ നിൽക്കുന്ന കാട്ടുമുന്തിരി ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മുന്തിരിപ്പാറ എന്നുള്ള പേര് ഈ വ്യൂ പോയിന്റിന് കിട്ടിയത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം മുകളിലോട്ട് കയറുമ്പോൾ ഉള്ള വ്യൂ എങ്ങനെയാണെന്നുള്ളത്. വാഗമനം വിൻഡി വാക്ക് ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഫോം ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടെ ഏതൊക്കെ മൃഗങ്ങളാണ് ചേട്ടാ കാണാൻ സാധ്യതയുള്ളത്? സാധ്യത ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനായിട്ട് നമുക്ക് ആനയുടെ കാഴ്ചയേ ഉള്ളൂ. അത് നമുക്ക് തൊട്ടടുത്ത് കാണാനായിട്ട് സാധിക്കും, നമ്മൾ ഹൈറ്റിലൂടെ യാത്ര ചെയ്യുന്ന കാരണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ബാക്കി മൃഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നല്ല. കാട്ടുപോത്തുണ്ട്, മ്ലാവുണ്ട്, അതുപോലെ തന്നെ കേഴയാടുണ്ട്, പന്നികളുണ്ട്. പന്നി 2 തരം, അതായത് മുള്ളപ്പന്നിയുണ്ട്, അല്ലാതുള്ള പന്നിയുണ്ട്. പിന്നെ പക്ഷികൾ ഇഷ്ടംപോലുള്ള ഏറിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈറ്റിലോട്ട് കയറുന്നതിൻ്റെ പേരിൽ ഇപ്പം നല്ല കാറ്റുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ അങ്ങനെ പക്ഷികളൊന്നും ഇരിക്കാറില്ല. അതേസമയം നമ്മൾ ഇതേപോലുള്ള ചെറിയ വനങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ ഇഷ്ടംപോലെ പക്ഷികൾ നമുക്ക്. പുലി, കരടി അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കരടി ഒരു പ്രാവശ്യം, അതായത് 2-3 വർഷം മുന്നേ ജനവാസ മേഖല ഇറങ്ങി ഒരു ചെറിയ ആക്രമണം നടത്തി അത് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുവന്നാണ്. ആളപായം ഉണ്ടായി. പുള്ളിക്കാരനെ ആക്രമിച്ചു, പുള്ളിക്കാരൻ്റെ പറമ്പിൽ തന്നെ. അത് കോതവാറയുടെ അപ്പുറത്ത് വെച്ചായിരുന്നു. അല്ലാതെ കൊണ്ട് വേറെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുലിയും ഈ പറഞ്ഞ പോലെ, ഈ പുലി എന്ന് വെച്ചാൽ അത് ഞങ്ങൾ അതിൻ്റെ കാൽപാദത്തിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫോറസ്റ്റുകാർ പറഞ്ഞത് അത് പുലിയുടെ തന്നെ ഒരു വിഭാഗത്തിൽ ഇവിടെ പൂച്ചപ്പുലി അങ്ങനെയല്ല പറഞ്ഞത്. കാട്ടുമുന്തിരി ഇതിനൊരിച്ചിരി പുളിപ്പ് കൂടുതലാണ്, പക്ഷെ നല്ല മധുരം ഉള്ളതും ഉണ്ട്. അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് മുന്തിരിപ്പാറ എന്ന് പേര് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ഇതാണ് കാട്ടുമുന്തിരി. 1.5 വർഷം വിട്ടാണ് കൂടുതലായിട്ട് കായ്ക്കുന്നത്. ചില സമയത്ത് അടുത്ത വർഷം ചിലപ്പോൾ അത് കുറച്ചേ കാണുള്ളൂ അവിടെ ഇവിടെ ആയിട്ട്. എന്നാൽ അടുത്ത വർഷം നല്ല രീതിയിൽ കായ്ക്കും. നമ്മൾ മുന്തിരിപ്പാറ വ്യൂ പോയിന്റ് ഇങ്ങോട്ട് കയറുമ്പോൾ ഫസ്റ്റ് വ്യൂ ആണ് കേട്ടോ. അവിടെയൊക്കെ ഫോറസ്റ്റ് ഫയർ ചെയ്താണ് കേട്ടോ. അതെ. പിന്നെ പ്രൊട്ടക്ഷൻ ഫയർ ചെയ്താ നല്ല ലോങ് വ്യൂ കിട്ടുന്ന ഒരു ട്രക്കിംഗ് ഉള്ളത്. അതിനകത്ത് നിലവിൽ ഇപ്പം ഈ പുല്ലിങ്ങനെ ഉണങ്ങി നിൽക്കുന്നതിൻ്റെ പേരിലാണ് നമുക്ക് അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ തോന്നാത്തത്. അതേസമയം ഒരു മഴ മാറി നിൽക്കണ ഒരു സമയത്ത് വന്നാൽ ഉറപ്പായിട്ട് ഈ മലയുടെ പൊക്കത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പുല്ലിങ്ങനെ നിൽക്കുന്നതാണല്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കാരണവശാലും ആന കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത്. ആ സമയത്ത് ഈ ഒരു മല കയറിയാൽ മതി, ഉറപ്പായിട്ടും ആന ഉണ്ട്. ഇല്ല അടുത്ത മലയിൽ ആനയുണ്ട് എന്നും പറഞ്ഞ് കൊണ്ടുപോകാം. അതാണ് എൻ്റെ അതായത് ജൂൺ, ജൂലൈ. മഴ തുടങ്ങി കഴിഞ്ഞ് എപ്പോഴും ഉണ്ട്. ഒക്ടോബർ വരെയൊക്കെ നല്ല സെറ്റാണ്. നല്ല സെറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ആ തേയില ഗാർണിഷ് ചെയ്യാത്തതാണ്, എടുക്കാത്തതാണ്. ലൈറ്റ് വെച്ച അതിൻ്റെ അപ്പുറം ഇരിക്കുന്നത് എടുത്തതാണ്. ഓൾമോസ്റ്റ് എങ്ങോട്ട് നോക്കിയാലും ആ കളർ നമുക്ക് കിട്ടും. അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്, ആനയ്ക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്ന. ഫോറസ്റ്റ് അല്ല, ഗവൺമെന്റിന്റെ ഉണ്ടാക്കിയിരിക്കുന്ന. അപ്പോൾ അത് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അവിടുന്ന് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് ചിലപ്പോൾ ഇങ്ങോട്ട് നീങ്ങും, ചിലപ്പോൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. പിന്നെ നമ്മുടെ ചെക്ക് ഡാമിൽ ആണെങ്കിൽ പോലും വെള്ളമുണ്ട്, എന്നാലും
മറ്റേ ഡാമിൻ്റെ സൈഡിലോട്ട് നീങ്ങും. അങ്ങോട്ടേക്ക്. ഡാമിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലോട്ട് നീങ്ങും. ഇപ്പോൾ കാട്ടുപോത്താണെങ്കിലും എല്ലാം അങ്ങോട്ടാ, അവിടെയാ കാണുള്ളൂ. അവിടെ വെള്ളം തീറ്റയും അവിടെയേ കാണുള്ളൂ കൂടുതൽ. ഇങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം കത്തിച്ചും കൂടെ വരുമല്ലേ. ഇവിടെ ഇത് നമ്മൾ കസേരപ്പാറ എന്ന് പറയും. കസേരപ്പാറ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള കസേര പോലുള്ള കുറേ പാറകളുള്ള കാരണം. പിന്നെ ഇതിൻ്റെ മേളിൽ മഞ്ഞൾ നിരപ്പ്. അപ്പോൾ നമ്മൾ കസേരപ്പാറയിലെത്തി. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫുള്ള് ഗ്രീനറി ആയിരുന്നു. ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ്, പക്ഷെ നല്ല തണുപ്പാണ്, കാറ്റും തണുപ്പും. ചേട്ടാ, ഈ സ്ഥലത്തിൻ്റെ പേര്? ഇത് മഞ്ഞൾ നിരപ്പ്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയി നമ്മൾ കയറുന്ന മലയാണ് ആ കാണുന്നത്. അതിൻ്റെ പേര് ചില്ലള്ളു മല എന്ന് പറയും. ചില്ലള്ളു. അതിൻ്റെ അടിവശത്ത് ഒരു കേവ് ഉണ്ട്. ഒരാൾക്ക് നൂർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള കേവാണ്. അപ്പോൾ അത് നമുക്ക് ഈ പ്രാവശ്യത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ. അത് റിസർവയർ അല്ലേ? റിസർവയർ ഇടുക്കി ഡാമിൻ്റെ റിസർവയർ. നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആകും. നല്ല രസമാണ് കാണാൻ. പാഞ്ചാലി മല അല്ലേ? പാഞ്ചാലി മല. അതിനെന്താ ഐതിഹ്യം ആ പേരിന്? അവിടെ പഞ്ചപാണ്ഡവന്മാർ പണ്ട് വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പാഞ്ചാലി മേടാടാ. പാഞ്ചാലി മേട് അത് കുമളി റൂട്ടിൽ. കുമളിയല്ല, മുണ്ടക്കയം പോകുന്നു. ഇത് പാഞ്ചാലി മല. ഇപ്പൊ നോക്കിയേ, ആ ഒരു കറക്റ്റ് ആനയുടെ ഇതല്ലേ, ആനയുടെ കിടപ്പ് തന്നെ. നമ്മുടെ ഉൾക്കാട് കത്തി നശിക്കാതിരിക്കാനും കാട്ടുതീയോ മറ്റോ അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റു സ്ഥലത്ത് കത്തിക്കുന്ന തീ ഇങ്ങനെ അതിൻ്റെ ചാരം പറന്നു വന്ന് അതിനകത്ത് ഇരുന്ന് ഇതായിട്ടാണെങ്കിലും തീ പിടിക്കാം. ആ തീ പിടിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ വലിയ കാടുകളിലേക്ക് കയറി കാട് കത്തി നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കാട് കത്തിപ്പോവും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ ഫയറിങ് ചെയ്യുന്നത്. എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന അതിൻ്റെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 പേരെങ്കിലും കാണും. ഒരു വാച്ചർമാരും മറ്റേ EDCയുടെ കീഴിലുള്ള എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഫയർ വാച്ചർമാരും ഒക്കെ ഉണ്ട്. അവര് അതിനകത്ത് ഒന്നിൽ ഫയർ ലൈൻ വെട്ടിയിട്ട് ചെയ്യുന്നൊരു ഇതുണ്ട്. അതല്ലാതെ കണ്ട് അപ്പുറം ഇപ്പുറം, അതായത് ആൾക്കാർ ആ ഒരു ഇതിലുണ്ട്, അതിനെ റൗണ്ട് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ തീ കത്തിച്ച് ഇങ്ങോട്ട് കയറാതെ കണ്ട് അവര് തന്നെ അടിച്ചു കെടുത്തി അങ്ങനെ അങ്ങ് പോകും. ശരിക്കും കാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ കാട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വലിയ തടിയൊക്കെ അങ്ങോട്ട് നിൽക്കുന്നത്. അത് കത്തിക്കഴിഞ്ഞാൽ മുഴുവൻ കത്തിപ്പോകും, മൊത്തത്തിൽ വരും. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ അങ്ങേ അറ്റം വരെ ചെല്ലും. അതുണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ കത്തിക്കുന്നതുകൊണ്ട് മൃഗങ്ങൾക്ക് ഗുണമുണ്ടോ? മൃഗങ്ങൾക്ക് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആനയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ മഞ്ഞ് ഏറ്റവും നല്ലൊരു ഇതാണ്. ആ മഞ്ഞിൽ പെട്ടെന്ന് ഈ പുല്ലെല്ലാം വീണ്ടും തളിർത്ത് വരും. ഇപ്പം നിലവിൽ ഈ പുല്ല് അവർക്ക് കഴിക്കാൻ പറ്റില്ല, മൂത്തുപോയി. അപ്പൊ അത് വന്ന് അവര് കഴിക്കും. ഈ ഇളം പുല്ല്, തളിർത്ത പുല്ലാണ്, അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പൊ ഈ കത്തിക്കുമ്പം അടുത്ത പെട്ടെന്ന് കിളുത്ത് വരും. പെട്ടെന്ന് കിളുത്ത് വരും. നല്ല മഞ്ഞുണ്ടല്ലോ ഇവിടെ, മഴ പെയ്തില്ലേലും പെട്ടെന്ന് കിളുത്ത് കയറി. നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത് ജിത്തും അതുപോലെ സുധീഷേട്ടനുമാണ്. ഇവിടെ പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് മല കയറാൻ വന്നതാണ്. ഇപ്പം നമ്മൾ കയറുന്നത് ചില്ലള്ളല്ലേ? ചില്ലള്ള് പാറ. ഇതിലെ ഇങ്ങനെ ആന കയറി പോകുന്ന പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല, ആന പോവും. അയ്യോ, ഈ ഗ്യാപ്പിൽ കൂടെ അല്ലേ? ഇതുണ്ടേ, ഒന്ന് ഉരയ്ക്കുന്ന റബ്ബ് ചെയ്യുന്നതാ. ഇതൊരു കാല, ആന ചവിട്ടിയൊരു കാല. അത് നമ്മുടെ ഈ ഫോറസ്റ്റ് പ്രോപ്പർട്ടിയിൽ
ഒരാൾ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സാന്തനു. നമ്മളിങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ തോന്നിവാസം കാണിക്കാനല്ല വരേണ്ടത്. സൗരവ്, ഇവർക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ തവണ കണ്ടത് വേറൊരു ബ്യൂട്ടി ആയിരുന്നു കേട്ടോ, ഫുള്ള് ഗ്രീനറി. ഇത് വേറൊരു കളർ കോൺട്രാസ്റ്റ് ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ദിവസം ഞാൻ ഈ മലയിൽ കയറി വന്നപ്പോൾ ആ ചെരുവില് നിൽക്കുക രണ്ട് ആനകൾ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ആ മോഴ എന്ന് പറഞ്ഞത്, ഏറ്റവും പേടിക്കേണ്ട സാധനമാണ് മോഴകൾ. പക്ഷെ എന്നിരുന്നാൽ പോലും യാതൊരു ഭയവും കൂടാതെ നമുക്ക് നല്ല ക്ലോസ് ആയിട്ട് ഇത് അങ്ങോട്ട് ഇറങ്ങിച്ചേർന്നു. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ഞാൻ നിന്നു. അടിപൊളിയാണ്. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് തിരിച്ചു പോരുക ചെയ്ത്, എന്നിട്ട് മുന്നോട്ട് പോകണ്ട, അത് ചിലപ്പോൾ കറങ്ങി അതിലേ വരും, നമ്മളെ വഴിയിലോട്ട് വരും. അതുകൊണ്ട് മുന്നോട്ട് പോകണ്ട, നമുക്ക് തിരിച്ചു പോകാതെ പറഞ്ഞാൽ അവിടെ എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരു 3/4 മണിക്കൂറോളം കണ്ടു. അപ്പൊ ഞങ്ങൾ അന്ന് 2 എണ്ണത്തിനെ കണ്ടത് അത് മോഴയാണ് ഉറപ്പ്. ചേട്ടൻ ആ വീഡിയോ ഉണ്ടായിരുന്നു? അത് പക്ഷെ ഞങ്ങൾക്ക് അത്രയും ദൂരം ആയതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എനിക്കത് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയുന്നത്. എനിക്ക് അത്ര അറിവില്ലായിരുന്നു അതിനെക്കുറിച്ച്. പക്ഷേ എൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ നല്ല ക്യാമറയൊക്കെ ആയിട്ടൊരു സാറ് വന്നു. ആ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കാടിനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ആളും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമായിരുന്നു. അദ്ദേഹം എനിക്ക് അത് കൃത്യമായിട്ട് സൂം ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുള്ളിക്കാരൻ്റെ മറ്റു ഭാഗങ്ങൾ, അതിൻ്റെ അവയവങ്ങൾ കാണിച്ചു തന്നു. ഇത് കണ്ടോ, ഇതാണ് മോഴ എന്ന് പറയുന്ന സാധനം. കൊമ്പില്ല, പക്ഷെ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമുക്ക് അടുത്തടുത്ത് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അതിനെ മനസ്സിലാക്കി രണ്ടുപേരും. അല്ല, ഇപ്പൊ വേറെ ഇവിടെ മാത്രമല്ല, ഈ വനത്തിനോടനുബന്ധിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലായിടത്തും ഈ കത്തിൽ നടക്കണം, ഈ കത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാറ്റത്ത് ഒരു കാരണവശാലും അവിടെ നിൽക്കില്ല, മൊത്തത്തിൽ പടരും. പിന്നെ അതുപോലെ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഈ രീതിയിൽ കത്തിക്കുന്നതിന്റെ പേരിലാണ് നമ്മളെ ഇപ്പൊ കടത്തി വിട്ടത്. ഇല്ല, നമ്മളെ കടത്തി വിടിയല്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ കൊരകടി ദുരന്തമുണ്ട്. കുറെ പേര് മരിച്ചു പോയത്. അപ്പോൾ അത് നമുക്ക് അവിടെ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ നമ്മളൊരു 3-4 മാസത്തേന് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം ഇപ്പം ഇത്രയും ക്ലിയർ, അതായത് വലിയ പ്രശ്നമില്ല. നമ്മളെ ട്രപ്പാത്തിൽ നിന്നും അകലെ കത്തിക്കുന്നതിൻ്റെ പേരിലാണ് കുഴപ്പമില്ലാത്ത ശാലുവായിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് 2 മോഴയാനകളാണ് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവരുതേ ഈ മേളിൽ കാണുന്ന ലിങ്കിൽ ആ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അതുകൂടെ ഒന്ന് കാണുക. അത് ഡിഫറൻറ്റ് ഒരു ലാൻഡ്സ്കേപ്പും കളറും കാര്യങ്ങളും ഒക്കെയാണ്. പച്ചപ്പാണ് ഫുള്ള്. ഈ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സൈഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ മഴക്കാലത്ത് കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ 2 സൈഡും നമ്മൾ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ചക്ക പറിച്ച് തിന്നാനായിട്ട് ഇങ്ങോട്ട് വരും. ജനവാസ മേഖല അങ്ങോട്ട് ഇറങ്ങി പ്ലാവുണ്ട് അവിടെ. ഇതിലെ ഇങ്ങനെ ഇറങ്ങി അങ്ങ് ചെല്ലും. ഇന്ന് ചക്ക പറിച്ച് തിന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ക്യാമ്പായിരുന്നു. കിടന്ന് എഴുന്നേറ്റ് പോയ സ്ഥലമാണ്. അതെ. എങ്ങനെയാ ഒരു 10-20-30 കിലോമീറ്ററോളം ഇത് ആഹാരം കഴിച്ച് തന്നെ യാത്ര ചെയ്യും. ഏലപ്പാറ ഏരിയ അല്ലേ? ഏലപ്പാറ കുരിശുമലയും ഒക്കെ. ഈ വാഗമൺ ഭാഗത്തെ ഏറ്റവും ഹൈറ്റുള്ള ഏരിയ ഇതാണോ? ആണല്ലേ. ഇത് ഏറ്റവും ടോപ്പ് എത്ര? 1320 മീറ്റർ. ഇത് ശരിക്കും വരുന്നത് ഏത് പഞ്ചായത്താ? ഇത് ഉപ്പുതറ പഞ്ചായത്തും ഉണ്ട്, ഏലപ്പാറ പഞ്ചായത്തുണ്ട്. അങ്ങോട്ടൊക്കെ മറ്റേ ഏലപ്പാറ പഞ്ചായത്ത് 3 പഞ്ചായത്ത് വരുന്നുണ്ട്. ഒന്ന് മറ്റേ അറക്കുളം പഞ്ചായത്ത്, മറ്റേ ആ വെള്ളമൊക്കെ കയറി കിടക്കുന്ന ആ ഭാഗമൊക്കെ അറക്കുളം പഞ്ചായത്ത്. ഏലപ്പാറ പഞ്ചായത്ത് കുറച്ചുണ്ട്. ഉപ്പുതറ പഞ്ചായത്ത് ഈ ഭാഗത്തേക്ക് അങ്ങനെ പറയുന്നുണ്ട്. കണ്ണമ്പടി. അതെ അങ്ങനെ പോന്ന ആനത്താരയിലൂടെ നടക്കുന്ന രീതി. ആനമല. അത് അപ്പൊ നമ്മളവിടെ നിന്നില്ലേ, അത് ഈറ്റക്കെട്ട് എന്ന് പറയും. അപ്പുറം ആ താഴെ ഈറ്റയൊക്കെ നിൽക്കുന്നില്ലേ, അതുകൊണ്ട് ഈറ്റക്കെട്ട് എന്നാണ് അതിനെ പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആനമല തുടങ്ങുക. ഈ ഏറ്റവും ലാസ്റ്റ് മലയാണ് ആനമല. ഏറ്റവും ലാസ്റ്റ് മല.
കണ്ടായിരുന്നോ? എന്താ തിന്നോണ്ടിരിക്കുക കേട്ടോ. ആ, തല പൊക്കി പിടിച്ച് നോക്കുന്നുണ്ട്. ആണോ? ആ, കാമഫ്ലാഷ് ക്യാപ്പബിലിറ്റി നോക്കി തപ്പിയെടുക്കാൻ തന്നെ എത്ര സമയം എടുത്തെന്നറിയാം. പിപ്പറ്റാണ് അത്. ഏത് പിപ്പിറ്റാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒരാൾ നീലഗിരി പിപ്പിറ്റാകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇത് പ്രൊട്ടക്ഷൻ ഫയർ ചെയ്ത ഏരിയയും കാണാം. അതിൻ്റെ അപ്പുറത്ത് ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ലൈറ്റ് വീണിട്ട് കിടക്കുന്ന നോക്കിയാൽ ബാക്കി എല്ലാ ഭാഗം ഇരുണ്ടും ലൈറ്റ് വീഴുന്നിടം മാത്രം നല്ല തെളിഞ്ഞു. ഡ്രൈ സീസൺ ആയതുകൊണ്ട് ആനയൊക്കെ വെള്ളമുള്ളിടത്തും ഇളം പുല്ലും ഒക്കെ തേടി പോവും. ഇവിടുത്തെ പുല്ലൊക്കെ നല്ല മൂത്തതാണ്, അതുകൊണ്ട് ആന ഈ ഏരിയയിലില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത്തവണ വാഗമൺ ട്രക്കിങ്ങിന് വന്നിട്ട് ആനയെ കാണാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണ വന്നതിലും ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ തവണ ഇത്രയും തണുപ്പില്ലായിരുന്നു. ഇത്തവണ ഫുള്ള് ഡ്രൈ ആയി തുടങ്ങി, കംപ്ലീറ്റ് പുല്ലൊക്കെ കരിഞ്ഞു തുടങ്ങി. പക്ഷേ ഈ തണുപ്പ് വിൻ്റർ സീസൺ വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. കാറ്റടിക്കുമ്പോൾ ആ തണുപ്പിൻ്റെ കാഠിന്യം കൂടുകയും ചെയ്യും. മഞ്ഞുള്ളതുകൊണ്ട് വിസിബിലിറ്റി കുറവാണ്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ കുളമാവ് ഡാമിൻ്റെ മേളിൽ കൂടെ വണ്ടി പോകുന്നതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയയും ഈ ചുറ്റും കാണുന്ന ഈ ഭാഗങ്ങൾ, ഇത്രയും ഒരു ഏരിയ മാത്രമേ നമുക്ക് വിസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ വാഗമണത്തോട്ട് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗൂഗിൾ പേ വഴി മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. 6 പേരുടെ ബാച്ചാണ്. 1260 രൂപയാണ് 6 പേരുടെ ബാച്ചിന് ചാർജ്. ഒരാൾ വന്നാലും ആ എമൗണ്ട് തന്നെ കൊടുക്കണം. ചേട്ടാ, ഇവിടെ ആനയെ കാണാൻ ഏറ്റവും നല്ല ചാൻസ് ഉള്ള സമയം ഏത് മാസങ്ങളിലാണ്? നിലവിൽ നമ്മുടെ മഴക്കാലവും മഴ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ആ ഒരു 2 മാസം, 2-3 മാസം ഉറപ്പായിട്ടും നമ്മുടെ ട്രപ്പാത്തിൻ്റെ സൈഡിൽ എവിടെയും നമുക്ക് ആനയെ പ്രതീക്ഷിക്കാം. ചൂട് കൂടി വേനലായി ഉണങ്ങിക്കഴിയുമ്പോൾ പുല്ല് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അവർ ഉൾക്കാടുകളിലേക്ക് ഈറ്റ തിന്നുന്നതിനും മറ്റുള്ള വെള്ളം കുടിക്കുന്നതിനൊക്കെ അങ്ങോട്ട് മാറും. പക്ഷെ മഴയത്ത് ഉറപ്പ്. പിന്നെ നല്ല കാറ്റടിക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ഈ കാട്ടിനുള്ളിൽ നിൽക്കില്ല, വെളിച്ചാടും. പേടിയാ, മരം ഒടിച്ച് വീഴുമെന്ന് പേടിയാ. അത്രയും വലിയ സാധനം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് സ്കൈ കുറച്ചുകൂടെ ക്ലിയർ ആയേ. നോക്കിക്കേ, നമ്മൾ വന്ന റൂട്ടിലല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. ഈ മേളിൽ നിന്ന് ഇവിടെ നിന്ന് ഡൈവേർട്ടായിട്ട് താഴത്തെ ആ ഫോറസ്റ്റിൻ്റെ അവരുടെ ഷെഡുണ്ട്, അതിൻ്റെ അതിലെ കാട്ടിനകത്തൂടെ നമ്മൾ താഴെ പോയി കയറും. അപ്പോൾ ഈ വണ്ടി വരുന്നത് ഇതിലെയാ? ഇതിലെ ഈ റോഡ്. അത് നേരെ അവിടെ ചെല്ലും. നേരെ കൂലേറ്റം നമ്മുടെ കള്ളുഷാപ്പിന് തൊട്ടിപ്പുറം ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, മെയിൻ റോഡിൽ. അവിടെ വരും. ഇതിലെ ഇങ്ങനെ ആ ആന വലിച്ചു കയറി വന്നത് ആള് നിൽപ്പുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. അവിടെ അങ്ങോട്ടേക്ക് മറ്റേ ട്രഞ്ച് കയറിയിട്ട് കണ്ടത് ഇരുമ്പിന്റെ പാലം, 2 സൈഡ് കയറിയല്ല. എല്ലാ മലയും കാണാം കേട്ടോ ഇവിടുന്ന്. നമ്മുടെ അങ്ങേയറ്റം നമ്മൾ പോയിരുന്നില്ലേ, അവിടെ വരെ ഇതിന്റെ ആ പൊക്കത്ത് കയറിനാ കാണാം. നോക്കിയേ, ഫുൾ ഏരിയ ഇവിടുന്ന് വ്യൂ താഴെ കണ്ടു കഴിഞ്ഞാൽ കാട്ടുപോത്താണെന്ന് തോന്നും കേട്ടോ, ലൈറ്റ് ഇല്ലാത്തതുണ്ട്. പക്ഷെ പശുക്കളാണ് കംപ്ലീറ്റ് അവിടെ മേളിൽ നിൽക്കുന്നത്. കയറി നോക്കുന്നുണ്ടോ? പയ്യെ നൈസായിട്ട് കയറി വേണം നോക്കി. ഇതില്ലേ? സൂക്ഷിച്ച് കയറണമെന്നേ ഉള്ളൂ. ഇത് നോക്കി, വേറൊരു മൂടാട്ടോ ഇവിടെ. ഇത് എന്നാ അടിപൊളി സ്ഥലമാണെന്ന് നോക്കി. പാറയുടെ മേളിൽ ഫുള്ള് മരങ്ങൾ, പാറ ഫുള്ള് കവർ ചെയ്ത് വേരും മരങ്ങളുമാണ്. കൊടവാക നമ്മുടെ മരോട്ടിക്ക പോലത്തെ തന്നെ ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേവ് പോലെ. പാറയിടുക്ക് ഫുള്ള് മരങ്ങൾ. അത്ര ഹൈറ്റിൽ വരികയില്ല, വെള്ളക്കെട്ടുണ്ടാവും നന്നായിട്ട് മഴക്കാലത്ത്. നമ്മുടെ സുശീലൻ ചേട്ടൻ താഴെ എത്തി. താഴേന്ന് മരങ്ങളൊക്കെ കിളുത്ത് ഇങ്ങനെ കയറിയിരിക്കുക. ഇവിടെ ചെറിയൊരു ഓലിയുണ്ട് കേട്ടോ. ഓലി കല്ലുകൊണ്ട് കെട്ടിത്തിരിച്ചാണ്. പക്ഷെ അതിൻ്റെ ഒരു സൈഡ് നോക്കിയാൽ ഫുള്ളൊരു വേര.
ഒരു സൈഡ് ഫുൾ ആ വേരലാണ് നിൽക്കുന്നത്. ഇവിടെ നോസ് ഇട്ടിട്ടുണ്ട് താഴോട്ട്. ഇതിവിടെ ശരിക്കും ഉണ്ടായിരുന്നൊരു വെള്ളക്കുഴിയാണോ? ആ, ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അത് ആൾക്കാർ അതിനെ ക്ലിയർ ചെയ്ത് താഴേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണ്. വൈദ്യുതിയുടെ സഹായം ഇല്ലാതെ കൊണ്ട് നേരെ താഴെ വെള്ളം എത്തും. നേരത്തെ വാട്ടർ ഷെഡ് ഇതിന്റെ പൊക്കത്തായിരുന്നു, ആ പാറയുടെ പൊക്കത്ത്. ഞാൻ ഇവിടെ വരുന്നതാ കൊണ്ട് പാറയുടെ പൊക്കത്തായിരുന്നു. അല്ലാതുകൊണ്ട് വരും. ഒന്നുമല്ല, ഇതിനെ കഴിഞ്ഞും നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെള്ളമുണ്ട്. അതൊക്കെ നേച്ചറിന്റെ മാജിക്കാണ്. നിസാരം എന്നല്ല, ആനമലയുടെ ടോപ്പിൽ ചെന്നില്ലേ, ആ ആനമലയുടെ ടോപ്പിൽ നിന്ന് മഴക്കാലത്ത് ഒരു ചെറിയ അരുവി തുടങ്ങുന്ന അവിടുന്നാ. അത് ശരി. അവിടെ ഇപ്പോഴും നല്ല പച്ചപ്പിലാ പ്രദേശം നിൽക്കുന്നത്. അവിടെ എപ്പോഴും വെള്ളമുണ്ട്. ഇപ്പൊ ആന അവിടെ വന്നാലും 2 ചവിട്ടി ഒരു 2 ഉഴപ്പുഴപ്പത്തേക്ക് അവിടെ ചെളിയാ. നല്ല ഓറഞ്ചും വൈറ്റും കളറാ കേട്ടോ. നോക്കിയേ, നാഗചിത്രശലഭത്തിന്റെ ഒരു കളറ്. ബ്ലാക്കും വൈറ്റും കളറുള്ളൊരു ബട്ടർഫ്ലൈ. ഈ 2 സാധനമാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത്. ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? ഒരുപാട് അടിപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രെക്കിങ്ങിൽ ആനയെ കിട്ടിയില്ല, പക്ഷെ നല്ല വ്യൂ, പച്ചപ്പില്ലാത്ത വേറൊരു മൂഡ്. കഴിഞ്ഞ തവണ കിട്ടിയാലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇത് ആദ്യമായിട്ട് കാണുന്ന കേട്ടോ, കാട്ടിൽ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനൊരു പൂ, ചെറിയൊരു ചെടി, നല്ല റെഡ് കളർ പൂ. അപ്പോൾ വാഗമണത്തെ വിൻഡി വോക്ക് ട്രെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇവിടുത്തെ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിന് വന്ന് നേരത്തെ തന്നെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണിക്ക് തന്നെ കയറാൻ പറ്റും. പിന്നെ 7 മണിക്കില്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെ. 3 മണി തിരിച്ച് ലാസ്റ്റ് സ്ലോട്ട് 3 മണിക്കാണ്. അപ്പോൾ 6 മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചിറങ്ങുന്ന രീതിയിലാണ്. 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് ടോട്ടൽ ട്രക്കിങ്ങിൻ്റെ ടൈം വരുന്നത്. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം. അപ്പോൾ അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.